ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും, കാരണം ഇനി എത്ര മുടി നരച്ചാലും കട്ട കറുപ്പാക്കാൻ ഇതൊരു തുള്ളി മാത്രം മതി. നല്ല റിസൾട്ട് കിട്ടാൻ 100% റിസൾട്ട് കിട്ടാൻ നാച്ചുറൽ ഒരു ഹെയർ സൊല്യൂഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ്, നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് മല്ലിയിലയൊക്കെ മേടിച്ചു വെക്കും അല്ലേ. നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉപയോഗിക്കുന്ന കൂടുതലും ബിരിയാണി, അങ്ങനെയുള്ള ഇറച്ചിക്കറി, ഇതിങ്ങനെയൊക്കെ ഡെയിലി നമ്മൾ ബിരിയാണി വെക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ചില കുട്ടികൾക്ക്, ചില ആൾക്കാർക്കൊന്നും ബിരിയാണിയിലാണെങ്കിൽ എന്തിനാണ് ഈ മല്ലിയില ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുപോലെയാണ് ഞങ്ങളുടെ വീട്ടിലും ഇതുപോലെ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഉപയോഗിക്കുന്നത്, ആവശ്യത്തിന് ഒത്തിരിയൊക്കെ വാടിയിടുന്ന ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് മിച്ചം വരുമ്പോഴത്തേക്ക് ഇത് എത്ര വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച നല്ല ഫ്രഷോടെ ഇരിക്കും. പിന്നെ ആകുമ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ലപോലെ ഉണക്കിയതിന് ശേഷം ഒരു കുപ്പിയിലാക്കി വെക്കുവാണെങ്കിലും നല്ലൊരു ഇതാണ് കേട്ടോ. നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും, ചള്ളായി പോകത്തില്ല. അല്ലെങ്കിൽ ഉണക്കിയിട്ട് നല്ലപോലെ പൊടിച്ച് സൂക്ഷിച്ചാലും മതി, എത്ര നാൾ വേണേലും ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ ഒരുപാട് ചവിട്ടി, അഴുക്ക് പിടിച്ച ചവിട്ടികളൊക്കെ കാണും. നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ചില നേരം ഒന്നും കഴുകാനോ എടുക്കാനൊക്കെ ഭയങ്കര വയ്യാഴിക വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. അതിനായിട്ട് ഒരുപാട് ഇട്ട് ഉരക്കുകയോ അലക്കോ ഒന്നും വേണ്ട, ഒരു ഇതുകൊണ്ട് മാത്രം ഒന്ന് ചെയ്താൽ മതി. സോപ്പോയിലോ ഒന്നും വേണ്ട. അതിനായിട്ട് ഞാനൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് മുക്കി വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റത്തേക്കാണ് ഞാൻ മുക്കി വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമുക്കൊന്ന് അലക്കിയെടുക്കാം. ഒരുപാട് കടിഞ്ഞ ചെളിയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ഒരുപാട് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഈ സൊല്യൂഷൻ മുക്കി വെച്ചതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി. കല്ലിട്ട് അലക്കോ വാഷിംഗ് മെഷീൻ ഇടുകയോ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒന്ന് ചെയ്ത് വിട്ടാൽ മാത്രം മതി. പിന്നെ ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ബ്രഷും കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം പോലെ വെളുത്ത് കിട്ടുകയും ചെയ്യും. ചെളിയ അഴുക്കും, അത് മാത്രമല്ല അതിൽ മുടിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നതാണ്. പൈപ്പ് ഒന്ന് തുറന്ന് വിട്ടതിന് ശേഷം ഒന്ന് കഴുകുവാണെങ്കിൽ കണ്ടില്ലേ, ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത്രയും ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റും. അതിനായിട്ട് കല്ലെ കൊണ്ടുവന്ന് കൈയും വേദനിക്കത്തില്ല, നടുവ് ഒടിയത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കഴുകിയെടുത്ത് സൂപ്പറായിട്ട് കഴുകി നല്ലപോലെ വെളുത്തും കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മൾ ആ എടുത്ത ചവിട്ടിയാണോ നോക്കിക്കാൻ നല്ല സൂപ്പറായിട്ട് വെളുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലപോലെ നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പല്ല, ഞാനിവിടെ മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വേര് ഭാഗമാണ് ഇതൊന്ന് കുഴിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ എത്ര മല്ലിയില ഇങ്ങനെ കുഴിച്ച് വെച്ചാലും കുറച്ച് ദിവസം വരെ നല്ലപോലെ ഒന്ന് കിളുത്തൊക്കെ വരും. പിന്നെ അങ്ങ് ചീഞ്ഞു പോകും കേട്ടോ. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല. അങ്ങനെ ഒത്തിരി നോക്കിയിട്ടൊന്നും എനിക്കിത് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിൽ മല്ലിയിലയും പുതിനയിലയും കിളിപ്പിക്കുന്നതെന്ന് അറിയുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. എനിക്ക് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒന്ന് നല്ലപോലെ കിളുത്ത് വരുന്നതിൽ പെട്ടെന്ന് ചീഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ വീടുകളിൽ വളർത്തുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എങ്ങനെയാണ് നിങ്ങളത് വളർത്തിയെടുക്കുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം നമ്മുടെ തടിത്തവി എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലേ. അപ്പം ഈ തടിത്തവിയും കൂടെ ഒരുപാട് 100 കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ചുക്കിൽ വരെ അടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ തടിത്തവിയിൽ ഇതുപോലൊരു സെല്ലോ ടേപ്പ് എടുക്കുക. അതായത് നമ്മൾ ഇച്ചിരി വീതിയുള്ള സെല്ലോ ടേപ്പ് എടുക്കുക. ഇതിലും വീതിയുള്ള സെല്ലോ ടേപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ സെല്ലോ ടേപ്പ് എടുക്കുക. ആദ്യം പശ വരുന്ന ഭാഗം വെച്ചൊന്ന് ഒട്ടിച്ചിട്ട് തിരിച്ച് ഇതേ രീതിയിൽ ഇങ്ങനെ കറക്കി ഒട്ടിച്ചെടുക്കുക. എടുത്തതിന് ശേഷം ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മുടെ സെറ്റി സോഫ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ഒരുപാട് പൊടി പിടിച്ചിരിക്കും. നമുക്കറിയത്തില്ല, ഇങ്ങനെ കൊട്ടി നോക്കുമ്പോൾ അറിയാം പൊടി പറക്കുന്നതല്ല. അതുപോലെ അതിൻ്റെ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ വന്ന് വീഴുകയോ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം നമ്മുടെ ഡ്രസ്സുകളിൽ പറ്റും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും, പിന്നെ നമ്മുടെ മുടി പൊഴിയുന്നവരാണെങ്കിൽ മുടിയൊക്കെ അതിലൊക്കെ വീണ് കിടക്കും. അപ്പോൾ എല്ലാം ഒന്ന് വൃത്തികേടായിട്ട് കിട്ടും. പിന്നെ കുട്ടികളൊക്കെയാണ് ബിസ്ക്കറ്റ്, അങ്ങനെ മിച്ചർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തിന്ന് ആ സോഫ ഫുള്ള് നശിപ്പിച്ച് വെക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയ ശേഷം ഈ ഒരു തവിയും കൊണ്ട് ഇതുപോലൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പൊടിയും അഴുക്കും
ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഒരുപാട് പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സെല്ലോ ടോപ്പിൽ ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നല്ലപോലെ തൂത്ത് കിട്ടുമ്പോഴത്തേക്ക് ഇതിൽ ഈ നമ്മുടെ സെറ്റിയിൽ ഒരു പൂട പോലെ പൊങ്ങി നിൽക്കുന്ന എല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ചൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇങ്ങോട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു ചെറിയ കട്ടിയുള്ള ടർക്കി പോലെ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ടി കൊടുക്കുക. അതിലൊരു നമ്മുടെ ടവലാണെങ്കിലും മതി. അതിനുശേഷം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം നമ്മുടെ ഈ ടീപ്പം ഒക്കെ ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ഫുള്ള് ചെളിയ അഴുക്കൊക്കെ പോവുകയും ചെയ്യും. ബാഡ് സ്മെല്ലെല്ലാം അബ്സർവ് ചെയ്യും ബേക്കിംഗ് സോഡ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ കണ്ട അതിൽ പിടിച്ചിരിക്കുന്ന പൂടയും അതുപോലെ തന്നെ കണ്ട മുടിയും അഴുക്കും പൊടിയും എല്ലാം നമ്മുടെ ആ ഒരു ഇതിൽ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് മാത്രമല്ല, നമ്മുടെ തറയിൽ ഈ സെറ്റിയുടെ അടിയിൽ ഒരുപാട് ചപ്പൊക്കെ കാറ്റടിച്ച് ഫാനൊക്കെ ഇടുമ്പോൾ കാറ്റടിച്ച് അടിയിലേക്ക് കയറിപ്പോവും. അപ്പോൾ ചൂലൊന്നും നമുക്ക് ഇട്ടൊന്ന് തൂക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇതുപോലെ ഇതും കൊണ്ട് ഇതുകൂടി ഒന്ന് നമുക്കൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് അടിയിൽ മുടിയോ ചപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ച് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു തവിയെടുക്കുക. അതിലേക്ക് നമ്മുടെ സാനിറ്ററി പാഡ് എന്തെങ്കിലും കാണുമല്ലോ, ആ പാഡ് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അതുകൊണ്ട് തൂത്താലും നല്ലപോലെ പൊടി അഴുക്കും എല്ലാം പോകുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കണ്ടില്ലേ എന്തോരം പൊടിയാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സെല്ലോ ടേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം അതിനിടയിലിരിക്കുന്ന പൊടിയും ചുക്കിലി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ അടിക്കാൻ വളരെ നല്ലതാണ് ഈ ഒരു തവിയിൽ ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പല്ല, ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ TV സ്റ്റാൻഡ് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. ഒരു ടേബിളാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ ഭിത്തിയിലൊന്നും വെക്കുന്ന സാധനം ഒന്നുമല്ല. ഇപ്പം ഇങ്ങനെ തറയിൽ തന്നെ നമുക്ക് വെക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് കള്ളികളുണ്ട്, അത് ഡ്രോയുണ്ട്, ഒരുപാട് കള്ളികൾ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് അടുക്കി വെക്കാനൊക്കെ പറ്റും. നമ്മുടെ ഫയലുകൾ കാര്യങ്ങളെല്ലാം നമുക്കിത് സൂക്ഷിച്ചൊക്കെ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിടക്കുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും കുട്ടികളുടെ ആണ് എന്ത് സാധനങ്ങളാണെങ്കിലും നമുക്ക് സൂക്ഷിച്ചിട്ട് താക്കോലൊക്കെ പൂട്ടിയിടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ നീ TV സ്റ്റാൻഡ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യില്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ആവശ്യമുള്ളൊരു പോയി മേടിച്ചോളൂ കേട്ടോ. നല്ലൊരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ TV-യുടെ ഒക്കെ സൈഡിൽ അടിയിലായിട്ട് ഇങ്ങനെ വെക്കുക. ചിലർ ഭിത്തിയിലാണ് ഇത് ഇതുപോലെ ഭിത്തി വെക്കുന്നത് സൈസും ഉണ്ട്. പക്ഷെ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, അതുപോലെ തന്നെ മുടി പൊരിച്ചിൽ, മുടിക്കായം, മുടിയെല്ലാം പൊട്ടിപ്പോകുന്നത് എല്ലാം ഭയങ്കര പ്രശ്നമാണ് അല്ലേ. ഇപ്പോൾ വെള്ളത്തിൻ്റെതും അതുപോലെ തന്നെ ആഹാര രീതികൾക്ക് ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ തൈറോയിഡൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മുടി നരയ്ക്കുകയും പ്രായമാകുന്നതിന് മുമ്പ് മുടി നരയ്ക്കുകയൊക്കെ ചെയ്യുന്നവർക്കുള്ള അടിപൊളി ഒരു ടിപ്പാണിത്. ഇത് നമുക്ക് എത്ര നരച്ച മുടിയും കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന ആഴ്ചയിൽ 2 ദിവസം ചെയ്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഴ്ചകളിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി യാതൊരു കെമിക്കലോ ഡയോ ഒന്നും മേടിക്കാതെ നിങ്ങളുടെ മുടി കട്ടക്കറുപ്പാക്കിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഉള്ളിയാണ്, ചുമന്നുള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി വേണം എടുക്കാൻ. കുറേ ദിവസം മേടിച്ച് വെച്ച ഉള്ളിയൊന്നും എടുക്കാതെ നല്ല ഫ്രഷ് ഉള്ളി കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സവാളയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തൊടിയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയിട്ട് ഒന്ന് മിക്സിയുടെ ജാറയിൽ അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണേ. അരിച്ചിട്ട് ഇതിൻ്റെ നീര് നമ്മൾ എടുക്കണം. ഇത് നീരെടുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു പിന്നെ ഇതിനൊക്കെ നമ്മൾ സവാള ഉള്ളിയൊക്കെ അരിയുമ്പോൾ നമ്മുടെ കണ്ണിൽ കൂടെ വെള്ളം വരത്തില്ലേ, അങ്ങനത്തെ ഉള്ളിക്കാണ് നല്ല എഫക്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ളി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം ചില ഉള്ളികളൊക്കെ എടുക്കുമ്പോൾ ചിലതിന് നമ്മുടെ കണ്ണൊന്നും എരിയത്തില്ല. അത് ഫ്രഷ് അല്ലാത്തത് കൊണ്ടാണ്. ഇത് നല്ലപോലെ കണ്ണെരിയുന്ന സൈസ് ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് നല്ല ഇത് എഫക്റ്റായിട്ട് പിടിക്കുകയും ചെയ്യും. നല്ലപോലെ കട്ട കറുപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒഴിക്കുന്ന 1/2 മുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതുകൊണ്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ തലയോട്ടിയിലെല്ലാം സ്പ്രേ ചെയ്ത് വിടുക. മുടിയിലെല്ലാം സ്പ്രേ ചെയ്തതിന് ശേഷം ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി ഒരിക്കലും തന്നെ അത് പിന്നെ മുടി നരയ്ക്കത്തുമില്ല. വളർന്നു വരുന്ന മുടി പോലും കട്ട കറുപ്പാക്കി വരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം.
അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഇത് പോയി കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ ഒത്തിരി യൂസ്ഫുള്ളായിട്ട് ഇഞ്ചി കൊണ്ടുള്ള ഡൈ ഒക്കെ റെഡിയാക്കിയിട്ടൊക്കെ ഉള്ള വീഡിയോ ഉണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. നാച്ചുറൽ ഡൈ ആണ്. കെമിക്കലൊന്നും വാരി തേച്ച് നമ്മുടെ മുടിയൊന്നും കളയുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. ഇതൊക്കെ കുട്ടികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അതുങ്ങൾ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ നെക്കിടയും എൻ്റെ തലമുടിയിലും മീശയിലും എല്ലാം അടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് പിന്നെ മറ്റേ ഡൈകളൊന്നും ഉപയോഗിച്ച് തേച്ച് വെക്കുന്ന പോലൊന്നും അല്ല. ഇത് സ്പ്രേ ചെയ്താൽ മതി. ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയൊരു പഞ്ഞി തുണിയോ എന്തെങ്കിലും എടുത്ത് അതിൽ മുക്കിയതിന് ശേഷം നമുക്ക് തലമുടി ഒന്ന് വകഞ്ഞ് ഒന്ന് തേച്ച് കൊടുത്താലും മതി. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്താൽ മതി. ഇപ്പം എൻ്റെ തലമുടിയിലും കുട്ടിയുടെ തലമുടിയിലും ഒക്കെയാണ് ഞാൻ പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് കൈകൊണ്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി നല്ലപോലെ തലയിൽ നല്ല അബ്സോർവ് ആകുന്നതും മുടിയൊക്കെ നല്ലപോലെ വളരാനും കാട് പോലെ വളരാനും അതുപോലെ തന്നെ നരയൊക്കെ മാറാനും വളർന്നു വരുന്ന മുടി പോലും നല്ലപോലെ കട്ടക്കറുപ്പായിട്ട് വളരാനും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ മുടിയിലും തലയിലും എല്ലാം ഫുള്ള് നമുക്ക് പുരട്ടിയതിന് ശേഷം ഇത് കണ്ടില്ല, കുളിക്കുന്നതിന് മുമ്പ് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ. കുളിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് ഇതേ രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈയുടെ വിരൽ കൊണ്ട് പതുക്കെ മസാജ് ചെയ്ത്, ശക്തിക്കൊന്നും മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഇത് കഴുകി കളയുമ്പോഴത്തേക്കും ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട. അല്ലെങ്കിൽ വെള്ളിളം താളി പോലത്തെ താളികൾ കിട്ടും, അത് മേടിച്ച് കഴുകിയാലും മതി കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. അതുപോലെ തന്നെ മല്ലിയില കിളിപ്പിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങൾ കിളിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.